76ാമത് റിപ്പബ്ലിക് ദിനം വിപുലമായി ആഘോഷിച്ച സംസ്ഥാനം. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ റിപ്പബ്ലിക് ദിന പരേഡിനെ അഭിസംബോധന ചെയ്തു. കേരളത്തെയും മുഖ്യമന്ത്രിയെയും പ്രശംസിച്ച് ഗവർണറുടെ അഭിസംബോധന പ്രസംഗം. എല്ലാ ജില്ലകളിലും പാർട്ടി ആസ്ഥാനങ്ങളിലും റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. രാവിലെ 9 മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പതാക ഉയർത്തിയതോടെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് സംസ്ഥാനത്ത് തുടക്കമായി. വിവിധ സേനാ വിഭാഗങ്ങളുടെ പരേഡിൽ ഗവർണർ അഭിവാദ്യം സ്വീകരിച്ചു. കർണാടക സ്റ്റേറ്റ് റിസർവ് പോലീസ്, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, ഭാരതീയ കരവ്യോമസേനകൾ തുടങ്ങി 12 സായുധ ഘടകങ്ങൾ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്തു. മേജർ ജെ അജന്തർ പരേഡ് നയിച്ചു. അഗ്നിരക്ഷാസേന, സൈനിക സ്കൂൾ, NCC, NPC, ഭാരത് സ്കൗട്ട്സ്, ഭാരത് ഗൈഡ്സ്, അശ്വാരൂഢ സേന, വിവിധ ബാൻഡുകൾ തുടങ്ങിയവയും പരേഡിൽ പങ്കെടുത്തു. കേരളത്തെയും മുഖ്യമന്ത്രിയെയും പ്രശംസിച്ചായിരുന്നു ഗവർണറുടെ പ്രസംഗം. We are having a dream of Vikasit Bharat. What we want to achieve in coming next 20-25 years. That is what we have to introspect ourselves. And I am very happy to note, and you also must be knowing all our Keralite people, that our Kerala state is not lagging behind. We are marching ahead. Honorable Chief Minister, I met him for last about 2-3 days back, 4-5 days back. He has a vision for our state. He wants to do something for our state. Vikasit Bharat cannot go ahead without Vikasit Kerala. And my friend Mananiya Vijayanji, he has understood it very properly and he tries to do this. എന്റെ സംസ്ഥാനത്തിനാണ് രാജ്യത്തെ ഏറ്റവും വലിയ സാക്ഷരത ഉള്ളതെന്നും കേരളത്തിലെ ജനങ്ങൾ മികച്ചവരാണെന്നും അഭിമാനത്തോടെ ഗവർണർ റിപ്പബ്ലിക് ദിന പ്രസംഗത്തിൽ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായ വി ശിവൻകുട്ടി, GR അനിൽ, ചീഫ് സെക്രട്ടറി, വിവിധ സേനാ വിഭാഗങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിരവധി വിശിഷ്ടാതിഥികളും ചടങ്ങിൽ പങ്കെടുത്തു. കൂടാതെ രാജ്ഭവനിലും പാർട്ടി ആസ്ഥാനങ്ങളിലും പോലീസ് ആസ്ഥാനത്തും റിപ്പബ്ലിക് ദിനം വിപുലമായി തന്നെ ആഘോഷിച്ചു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. തിരുവനന്തപുരത്തിന് പുറമെ വിവിധ ജില്ലകളിലും റിപ്പബ്ലിക് ദിനാഘോഷവും പരേഡും നടന്നു. കോഴിക്കോട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് പതാക ഉയർത്തി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഭരണഘടന സംരക്ഷിക്കുന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യാമെന്ന് മന്ത്രി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. തൃശൂരിലെ ആഘോഷങ്ങൾക്ക് മന്ത്രി K രാജൻ പതാക ഉയർത്തി തുടക്കം കുറിച്ചു. ഭരണഘടനയുടെ സംരക്ഷണം ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണെന്നും മതേതരത്വത്തിന് ഒരു പോറൽ പോലും ഏൽക്കാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കണമെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ക്രിയാത്മകമായി ഇടപെടണമെന്നും റിപ്പബ്ലിക്